ഹേ ഗായ്സ്, അപ്പോൾ ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പോൾ ഇൻറ്റേൺഷിപ്പിന് പോയപ്പോഴുള്ള കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് 1 മന്താണ് ഗൈസ്. പിന്നെ ഫസ്റ്റ് 2-3 ദിവസത്തെ ഒരു വീഡിയോ ഞാൻ ഒരു വ്ളോഗാക്കിയിട്ടാണ് മിക്സ് ചെയ്തിട്ടാട്ടോ ഇടുന്നത്. അപ്പോൾ ഈ വ്ളോഗിൽ 2-3 ദിവസത്തെ ഒരു ഡേ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. എനിക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ കിട്ടിയ കമ്പനി എന്ന് പറയുമ്പോൾ കണ്ണങ്കണ്ടി ഈസ്റ്റോറിലാണ്. അപ്പോൾ ഗൈസ് അവിടെ എത്തിയപ്പോൾ മാനേജറെ കണ്ട്. അപ്പോൾ മാനേജർ പറഞ്ഞ് ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന്, പിന്നെ ഒരു പറഞ്ഞ് ഇങ്ങനെ പ്രൊഡക്ട്സൊക്കെ ഇങ്ങനെ നോക്കാൻ, വാച്ച് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ട് ഒബ്സർവ് ചെയ്യാണ്. അപ്പം ഇവിടെ എത്തിയപ്പോൾ എന്താ പറയുക, നമുക്ക് എൻ്റെ കോളേജിൽ നിന്ന് പറയുമ്പോൾ, എൻ്റെ ക്ലാസ്സിൽ നിന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ വേറെ 4 ഫ്രണ്ട്സുമാണ്. പിന്നെ നമ്മൾ എക്സ്ട്രാ 2 പേരെയും നമ്മൾ ഇവിടുന്ന് പരിചയപ്പെട്ടു ഇവിടെ വന്നപ്പോൾ. ഓരൊക്കെ നിങ്ങൾക്ക് ഈ വ്ളോഗിൽ കാണാം. അങ്ങനെ കഴിച്ച് നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ട് ഇതൊക്കെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ നിൽക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഗൈസ് നമുക്ക് വർക്ക് തന്ന്, നമ്മളെ വർക്ക് എന്ന് പറയുമ്പോൾ എനിക്കും എൻ്റെ വേറൊരു ഫ്രണ്ടിനും വർക്ക് എന്ന് പറയുമ്പോൾ ഡാറ്റ എൻട്രി ചെയ്യാനായിരുന്നു. അതായത് ഈ ബ്രാഞ്ചസിൻ്റെ ഡാറ്റ ഒക്കെ. അങ്ങനെ ഗൈസ് ഈ പരിപാടി എന്ന് പറയുമ്പോൾ കുറച്ച് മെനക്കെട്ട പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി കുറച്ച് ചെയ്തപ്പോൾ തന്നെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ 3 ആളും കൂടി പോവാണ്. ഈ റെഡ് ഡ്രസ്സ് ഇട്ടിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞ 2 പേരെ പരിചയപ്പെട്ടതിൽ ഒരാൾ ഈ ചേച്ചിയാണ്. മറ്റേത് എൻ്റെ കൂടെ പഠിക്കുന്ന ഫ്രണ്ടാണ്. പിന്നെ നമ്മൾ 3 ആളും കൂടി ബസ് സ്റ്റോപ്പിലേക്ക് പോയത്. ഗൈസ് 2 ബസ് കയറാനുണ്ട്. ഫസ്റ്റ് അവിടുന്ന് ആ പ്ലേസിൽ നിന്ന് ഒരു ബസ് കയറണം. പിന്നെ ഞാൻ സ്റ്റാൻഡിൽ നിന്ന് വീണ്ടും വേറെ ബസ് കയറണം. കാരണം എൻ്റെ വീട്ടിലേക്കുള്ള ബസ് അവിടുന്ന് കയറണം. അങ്ങനെ 2 ബസ് കയറണം. കുറച്ച് ഇതാണ് ഈ പരിപാടി എന്ന് അറിയുന്നത്. എന്ത് ചെയ്യാനാണ്, റിസ്ക് എടുത്തിട്ടാണെങ്കിൽ. അങ്ങനെ ഗൈസ് ഞാൻ വീട്ടിലേക്ക് നടക്കുകയാണ് ഗൈസ്. അങ്ങനെ ഫസ്റ്റ് ഡേ അവസാനിച്ചിരിക്കുന്നത് 2ാമത്തെ ദിവസമാണ് ഗൈസ്. 2ാമത്തെ ദിവസം ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന ആ ഒരു ടൈം മുതലാണ് എടുക്കുന്നത്. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ ഗൈസ് ഞാൻ വിചാരിച്ചു കുറച്ച് നേരം അങ്ങോട്ട് റെസ്റ്റ് എടുക്കാമെന്ന്. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് പിന്നെ വീണ്ടും പണിയിലേക്ക് തന്നെ പോയി. നമ്മളെ വർക്കിലേക്ക് ഡാറ്റ എൻട്രി ചെയ്യൽ പരിപാടിയിലേക്ക് പോയി. ഇപ്പോൾ ഗൈസ് ബ്രേക്ക് ടൈമാണ്. അപ്പോൾ നമുക്ക് സ്നാക്സൊക്കെ കഴിക്കാനുള്ളൊരു ടൈമാണ്. അങ്ങനെ നുറുക്ക് വാങ്ങിനു, അപ്പോൾ അതൊക്കെ കഴിക്കുകയാണ്. പിന്നെ വെള്ളം കുടിച്ച് അതിനുശേഷം വീണ്ടും വർക്ക് ചെയ്യാണ്. അങ്ങനെ ഗൈസ് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനുള്ള ടൈമായി. അങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ് ഗൈസ്. നല്ല അടിപൊളി കറിയും ചോറൊക്കെ ഉണ്ടേനും. അങ്ങനെ അതൊക്കെ അങ്ങോട്ട് കഴിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് ഫുഡ് കഴിച്ചതല്ല, അപ്പോൾ ജസ്റ്റ് നമുക്ക് കുറച്ച് റെസ്റ്റൊക്കെ എടുക്കണ്ടേ. അപ്പോൾ ആ ഒരു ഇതിൽ കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്ന് എല്ലാവരും. അങ്ങനെ റെസ്റ്റ് എടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും വർക്ക് ചെയ്യാൻ പോവാണ്. ഞാൻ ക്യാമറ ഓൺ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചപ്പോഴേക്കും ഫോൺ ഡിമ്മായിപ്പോയി. ഗൈസ് ഞാൻ ഈ കാണിക്കുന്നവരൊക്കെ എൻ്റെ കൂടെ പഠിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് 5 ആൾക്കാണ് ഇവിടെ കിട്ടിയത്. അങ്ങനെ വർക്ക് കഴിഞ്ഞ് നമ്മളിങ്ങ് വീട്ടിലേക്ക് പോവാണ്. രണ്ട് ബസ് കയറാനുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ബസ് കയറി ഇനി സ്റ്റാൻഡിൽ നിന്ന് എനിക്ക് വീണ്ടും അടുത്ത ബസ് കയറണം.
ബസ്സൊക്കെ ഇറങ്ങി വീട്ടിലേക്ക് നടക്കുകയാണ്. പിന്നെ ഡേ 2 ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. ഇനി ഡേ 3 ആണിത്. ഗൈസ് അപ്പോൾ പതിവ് പോലെ തന്നെ വീണ്ടും ഡാറ്റ എൻട്രി ചെയ്യാൻ പോവാണ് ബ്രാഞ്ചസിൻ്റെ. പിന്നെ ഗൈസ് അതിൻ്റെ ഇടയിലൊരു എന്താ പറയുക ബ്രേക്ക് ടൈം ഉണ്ട്, അതായത് ലഞ്ച് അല്ല സ്നാക്ക് ബ്രേക്ക്. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റൊക്കെ വാങ്ങിനു, അങ്ങനെ അത് കഴിച്ച്. പിന്നെ ലഞ്ച് ബ്രേക്കിന് ടൊമാറ്റോ റൈസും കഴിച്ച്. അത് കഴിഞ്ഞ ശേഷം ഒരു മിഠായും കഴിച്ചു. അതാണ് എനിക്കിപ്പോൾ കാണിച്ചു തന്നെ. പിന്നെ ഞാൻ വെള്ളം കുടിച്ച്. പിന്നെ നമ്മളെല്ലാവരും സംസാരിക്കാനും. ഗൈസ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം ഗൈസ്, എൻ്റെ അടുത്ത് ഒരാൾ ഇരിക്കുന്നുണ്ടല്ലോ, ഓളാണെങ്കിൽ ഫുൾ ഫോക്കസ് ഓൺ വർക്ക് എന്ന് പറയുന്ന പോലെയാണ്. വർക്കിൽ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുക. ഞാനാണെങ്കിലും ഇങ്ങനെ സംസാരിക്കുന്നത്. സംഭവം എന്ന് പറയുന്നത് എൻ്റെ വ്ളോഗിനെ കുറിച്ചൊരു ഡൗട്ട് ചോദിച്ചു, അപ്പോൾ ഞാൻ അതിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ ഞാൻ വീണ്ടും എൻ്റെ വർക്കിലേക്ക് തന്നെ വന്നു. അങ്ങനെ ആ വർക്കൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഗൈസ് നമ്മൾ പോവാണ് വീട്ടിലേക്ക്. ഈ ഒരു വൈകുന്നേരം എന്ന് പറയുമ്പോൾ നല്ല വെയിലുള്ളൊരു ടൈമാണ്. അപ്പോൾ ഞാൻ കുടയും പിടിച്ചിട്ടാണ് നടക്കുക. രാവിലെ അങ്ങനെ തന്നെ കുടയും പിടിച്ച് നടക്കും. ഇടയ്ക്ക് ഞാൻ പിടിക്കലില്ല കുട. വീട്ടിലെത്തിയപ്പോൾ നല്ല അടിപൊളി പായസം ഉണ്ടായിരുന്നു, അത് കുടിച്ചു. പിന്നെ ഗൈസ് ഞാൻ പൈനാപ്പിൾ പൊരിച്ചത് ഉണ്ടാക്കിയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പൈനാപ്പിൾ പൊരിച്ചതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ പിസ്സ ഓർഡർ ആക്കിയിരുന്നു. സൊമാറ്റോന്നീനു പിസ്സ ഓർഡർ ചെയ്തത്. പിസ്സ നമ്മളെ കൈമലെത്തി ഗൈസ്. ഇനി നമുക്ക് അങ്ങോട്ട് കഴിക്കാം. അതാണ് ഇനി അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ. പിന്നെ ഗൈസ് പിസ്സനെ കുറിച്ച് പറയുകയാണെങ്കിലുണ്ടല്ലോ നല്ല ടേസ്റ്റ് ചെയ്യും കേട്ടോ, അടിപൊളി ചെയ്യുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.